ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഹർത്താലാണെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. അപ്പോൾ ആവിതും വൈശാഖോടെ പറഞ്ഞ് സുനിലേട്ടാ നമുക്ക് ഞാവൽപ്പഴം പറിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ നേരെ അവരെ ഫോളോ ചെയ്ത് ഞാൻ പോവുകയാണ്. ഇതാ ഇവിടെ ഒരു ഞാവൽ മരം നിൽപ്പുണ്ട്. ഇത് ആവിത് നേരത്തെ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്ന മരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറങ്ങിയ ഉടനെ ഒരു കുലുക്ക് കുലുക്കി നല്ല 3-4 ഞാവൽപ്പഴം കിട്ടി. ആവിത് പോയി ഒരു തെങ്ങിൻ്റെ മടലും ചവിട്ടി പിടിച്ചുകൊണ്ട് ഇതാ വരുന്നു. ഇത് എന്തിനാണെന്ന് അറിയാമല്ലോ, തോട്ടിയല്ലേ ഉപയോഗിക്കുന്നത് സാധാരണ. ഈ മടൽ വെച്ച് എന്ത് ചെയ്യാനാണ്? കയറി ചെല്ല് മോനെ, നിനക്ക് വേണ്ടി കുറേ ആൾക്കാർ മോഡൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ല് ചെല്ല്. പുളിയനുറുമ്പുകൾ സംഘം ചേർന്ന് കടിച്ച് താഴെ ഇട്ടു. നിന്റെ പണിയൊന്നും ഇവിടെ നടക്കൂല മോനെ. ആ മടലെടുത്ത് കൈ വെച്ചോ, ക്രിക്കറ്റ് ബാറ്റെങ്കിലും ഉണ്ടാക്കാം. നമ്മളെ വിഷമം കണ്ട് അടുത്ത വീട്ടിലെ ചേച്ചി ഒരു തോട്ടി കൊണ്ട് തന്നു. ഒരു കുപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത്, ഒരു നാടൻ ടെക്നോളജി. ഒരെണ്ണം പോലും തറയെ പോകില്ല. സൂപ്പർ ഐഡിയ. അപ്പോൾ അടുത്ത വീട്ടിലെ പയ്യൻ അവിടെ വന്നു. എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടതെന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം. എന്തായാലും നമുക്ക് കഴിക്കാനുള്ളത് ആവശ്യത്തിന് കിട്ടി. ബ്ലൂബെറി അഥവാ ഞാവൽപ്പഴം. നമ്മളൊരു കവറും കൊണ്ടാണ് പോയത്. ഇത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ അടുത്തുകൂടി. വെക്കേഷൻ അല്ലേ. അപ്പോൾ അവരെൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കറിയണം ഈ വീഡിയോ എപ്പോഴും ഇടുമെന്ന്. ഞാൻ പറഞ്ഞു എപ്പോഴും വേണമെങ്കിലും ഇടാം. ഈ ഞാവൽപ്പഴം ഒരുപാട് അയൺ കണ്ടന്റ് ഉള്ളതാണ്. റോഡിലൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഹൈബ്രിഡ് ആയിരിക്കും. ഇത് നമ്മുടെ നാടൻ ഞാവലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഹർത്താലായിട്ട് ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതുപോലുള്ള നാടൻ കാഴ്ചകളുമായി നമുക്ക് ട്രിപ്പ് ആൻഡ് ഡൈനിൽ വീണ്ടും കാണാം. ബൈ.